ഹായ് നമസ്കാരം, അഭിലാഷാട്ടാണ്. അപ്പം നമ്മുടെ റഷീദ് സാറുണ്ട്. ഒരു പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് വരുന്നേ ഉള്ളൂ. എങ്കിലും എന്താ പറയുക, കൊച്ചിയിൽ വെച്ച് യാദൃശ്ചികമായിട്ടൊന്നും കണ്ടു അല്ലേ? എങ്ങനെയുണ്ട് പുതിയ വിശേഷങ്ങൾ? കുഴപ്പമില്ല. തിങ്കളാഴ്ച എന്തൊരു വെബ് സീരീസിൻ്റെ എന്തൊരു ഓഡിഷൻ കാര്യങ്ങളില്ലേ? ഉണ്ട്. ഒരു തമിഴ്, തെലുങ്ക്, കന്നഡ 3 ഭാഷയിലുള്ള ഒരു വെബ് സീരീസിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ്. സാറ് അതിനകത്ത് ഓഡിഷൻ അല്ല ചെയ്യുന്നത്? ഡയറക്ഷനാണ് അതെയോ? അല്ല, ഞാനൊരു ചീഫ് അസോസിയേറ്റ്. ഓ അല്ല, ഡയറക്ടർ ആരാണ്? തമിഴ് ഡയറക്ടറാണ്. ഓ അത് ശരി. അപ്പോൾ നമുക്ക് പറ്റിയൊക്കെ വേഷം ഉണ്ടാവൂല്ലേ? ഓഡിഷൻ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത് C5-ന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ചാനലിന്. ഓ ചാനലിന് വേണ്ടി ചെയ്യണമല്ലേ? എന്തായാലും എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ഒരുപാട് പേരുടെയൊക്കെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് സാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ അഭിലാഷിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളല്ലേ? പിന്നെ തീർച്ചയായിട്ടും ആളാണ് എൻ്റെ മൂവിയിൽ വർക്ക് ചെയ്തത്. ഈ നിങ്ങളെപ്പോലുള്ള ആളുകൾ പ്രൊമോഷൻ ചെയ്യുമ്പോഴാണ് ഇതിന് പ്രാധാന്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇല്ലാതെ പടമില്ല. എല്ലാ സിനിമാക്കാരും മനസ്സിലാക്കേണ്ടതാണ്. എത്ര താഴേക്കടയിൽ ഇരുന്ന് മേലേക്കട വരെയുള്ള ആളുകളാണ്. പ്രൊമോഷൻ ഇല്ലെങ്കിൽ ഇന്ന് സിനിമയില്ല. സിനിമ വരുന്നു പോകുന്നു, നമ്മൾ OTT-യിൽ ഇറങ്ങുന്നു, ഒന്നും അറിയുന്നില്ല. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ താങ്കളെ പോലെ അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള മറ്റ് ഇൻഫ്ലുവൻസേഴ്സിന് വെച്ച് അവർ തീർച്ചയായിട്ടും ഓരോ സിനിമയ്ക്കും ഈ പ്രൊമോഷൻ ചെയ്യണം. സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും ഒരു അവാർഡ് ഫീലിംഗ് കേട്ടപ്പോൾ. എന്തായാലും പുതിയ വർക്ക് ഞാൻ പ്രാവശ്യത്തെ ഭരതൻ സ്മാരക അവാർഡ് എനിക്കാണ്. അത് ശരി ശരി. സുരേന്ദ്രൻ സാറിന് വാങ്ങിച്ചു. അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പം എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.